Hello guys, welcome back to my YouTube channel. So hope all are doing well. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടെ ഓഫീസിൽ നിന്ന് പ്ലാൻ ചെയ്ത് പോയ ഒരു ചിന്ന ടൂറായിരുന്നു. അതിലെ കുട്ടി കുട്ടി മൊമെൻറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്. സോ ബി വിത്ത് us. ഒന്ന് വന്നേ, വേഗം വരൂ. ഒരു ഇൻട്രോ പറയണം, അപ്പോൾ യോന്ന് പറയണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻബർഗ് റിസോർട്ടിലാണ്. ഓക്കെ, ഓഫീസിൽ ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്നായിരുന്നു, പക്ഷെ ആ ഒരു വൈബിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ? നമ്മുടെ സിദ്ധുണ്ട്. യോ, അവൻ ക്യാമറമാൻ ആണ്. ഓൾവേസ് ഓൾവേസ്. കിട്ടിയിട്ടുണ്ട് കേട്ടോ. Vibe killer, me I no go take shit. Vibe killer, bloody somebody time. Protect my energy from your bad aura. Then my pastor say I be my healer, everything I desire. I go receive my rhythm, flow like a river. If you get yawa, come on go and sit down. I go just para, come off my jigger. I go just. This is no Samuel Sebastian who is Mr. 29. എടാ മേർച്ചലുകളല്ലടാ. ഇതാണ് നമ്മുടെ 12th Man എന്ന് പറയുന്ന മോഹൻലാലിന്റെ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലം. യെസ്, ആ ഒരു മൂവീസിലെ കുറേ ഷോട്ട്സ് ഇവിടെയാണെന്ന് തോന്നുന്നു. ലാലേട്ടന്റെ റൂം അല്ല, ഇതിനകത്ത് ലാലേട്ടന്റെ റൂം ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ 3 പേർക്കും ഒരു കോട്ടേജ് ആണ്. എന്ത് വേറെ ടീംസ് വരുന്നുണ്ട് ബാക്കിൽ. ഇത് ഞങ്ങളുടെ TL ആണ് നടന്നു വരുന്നത്. മീര മാം. അങ്ങനെ നിങ്ങൾ ചെന്നിട്ട് റൂം ഫുൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബിക്കോസ് എനിക്ക് റൂം എന്ന് പറഞ്ഞാൽ മുഖ്യമാണ്. ഓക്കെ, ഐ ഷോ യു ദ റൂം. യെസ് ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾക്ക് റൂം കിട്ടി. ഓക്കെ, സെറ്റ്. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, ഒരു വലിയ മിറർ ഉണ്ട് ഇവിടെ. ടോയ്ലറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ റൂമിൽ നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കാണാൻ പോകണം. നമ്മൾ കാണാൻ പോകണം. ഇവിടെ വിഷ്ണുവിന്റെ റൂമാണ് ഇത് ഗൈസ്. നമ്മുടെ HR റൂമാണ്. അങ്ങനെ ട്രിപ്പിൻ്റെ ഇടയിലുള്ള ഒരു ടൈം കുറച്ച് ഫണ്ണി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റീൽ എടുക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ഒരാളാണ് മിസ്റ്റർ ഗോകുൽ. അത് അതേപോലെ തന്നെ പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് സ്റ്റെപ്സ് ഒന്നും അറിയത്തില്ലായിരുന്നു, ചുമ്മാ ജസ്റ്റ് നോക്കി. അതൊരു പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ജസ്റ്റ് ടൈം കുറച്ച് ഫണ്ണി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു റീലും എടുത്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ചെയ്തതാണ് കയാക്കിങ്. അതിങ്ങനെ 2 പേരായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനും സിദ്ധാർത്ഥും കയറി, വിഷ്ണു അശ്വതി കയറി. ഒരാൾക്കൊന്നും അറിയത്തില്ലെങ്കിലും ബാക്കിലുള്ള ഒരാൾ ബാലൻസ് ചെയ്യലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് കയറി. അങ്ങനെ ഞങ്ങൾ കയാക്കിങ്, അതിന് നല്ല ആഴമുണ്ടായിരുന്നു. അതൊരു നല്ല ആഴമുള്ളൊരു വാട്ടർ ബോഡി ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓക്കെ, ഫൈൻ, ഇറ്റ് ഈസ് ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. അതും എനിക്ക് ആദ്യമേ വലിയ ഐഡിയ ഇല്ലാതെങ്കിലും പിന്നെ എങ്ങനെയാണ് ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതൊക്കെ ഒരു ഐഡിയ കിട്ടി. ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ലഞ്ച് ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ ഇനി ലഞ്ചിന് വേണ്ടിയുള്ള മെനു ആണ് ഈ കാണുന്നത്. ഇറ്റ് വാസ് ഗുഡ്. ആദ്യമേ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സൂപ്പ് വെച്ചിട്ടാണ്. പിന്നെ എല്ലാ ഐറ്റംസും ട്രൈ ചെയ്തു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഐ ലൈക്ക് ദ ഫുഡ്. അങ്ങനെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് ടൈം എടുത്ത് ഓരോന്ന് ഫുഡ് കഴിച്ചു. ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല, ബിക്കോസ് എല്ലാവരും നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്.
അച്ഛൻ നമ്മളെവിടത്തേക്കാ? നമുക്കിനി ട്രക്കിങ്ങിന് പോകാം. ഞങ്ങൾ ജസ്റ്റ് എഴുന്നേറ്റ് വെളിയിൽ ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങി. ഞങ്ങൾ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നു അവിടെ. നമുക്ക് ട്രക്കിങ്ങിന് പോകാം. നമ്മൾ ലാസ്റ്റ് ട്രക്കിങ്ങിന് പോയത്, ഞാൻ പോയത് തേക്കടിയിലായിരുന്നു. നമ്മളത് ജീപ്പിലായിരുന്നു പോയത്. ഇതിപ്പോൾ നമ്മൾ നടക്കാൻ പോവാണെന്ന് തോന്നുന്നു. ഓൾറെഡി നല്ല ടയേർഡാണ്. ഇന്നലെ കുറേ സ്വിമ്മിംഗ് പൂളിലും അവിടെ ഇവിടെയൊക്കെ ഓരോ പരിപാടിയായിട്ട്. എന്തെല്ലാം നോക്കാം. എല്ലാവരും കൂടെ പോകുമ്പോൾ നല്ല രസമായിരിക്കും. അതെ. ഒന്നുകൂടെ പറ. ഒന്നുകൂടെ. നമ്മൾ ആ മലയിലേക്കല്ലേ പോകുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസിലെ ഡിയർ HR. ഓക്കെ, എല്ലാം HR, നമ്മുടെ സ്വന്തം HR. യാ, അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അഭിരാമിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പാഴ്സൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. പോകാനും തോന്നുന്നില്ല അല്ലേ ശ്രീ? നീ ഫാമിലി ആയിട്ടൊക്കെ ഇവിടോട്ട് വരണം. നല്ല പ്ലേസ് ആണ്. അതെ. പിന്നെ നമ്മൾ ഈ ഗ്രീൻബർഗ് റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ടീം തന്നെ ഉണ്ട് ഇവിടെ. ഇപ്പം തന്നെ ഒരാൾ സിക്കാന്ന് പറയുമ്പം ഓഫീസായിട്ട് അവർ തന്നെ പറയുമെന്ന് ഓക്കെ വിൽ ഗീവ് ദ ഫുഡ് പറയുമ്പോൾ നമ്മൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നല്ലൊരു ടീമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തല്ലേ. നമുക്ക് നല്ല ചില്ലിങ് ആയിരുന്നു ഇവിടെ. കിഡ്സ് പൂളും മെയിൻ സ്വിമ്മിങ് പൂളും അവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. പിന്നെ ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട് അവിടെ. സോ നൈസ്. ആക്ച്വലി ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ബാക്ക്. ഇതാണ് നമ്മുടെ റോക്ക് ക്ലൈംബിങ്ങും അങ്ങനത്തെ. അപ്പോൾ നമ്മളിപ്പം റോക്ക് ക്ലൈംബിംഗ് ആണ്. അപ്പം നമ്മൾ ആദ്യമേ അതുവഴി കയറി നമ്മൾ ഇങ്ങോട്ട് പോകും. അതുവഴി ഇങ്ങനെ പോയി അങ്ങനെ എല്ലാം കവർ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം ഞാൻ എവിടെ വരെ കയറുമെന്ന്. ഞാൻ അത്ര അഡ്വഞ്ചറസ് ടൈപ്പ് അല്ല. നമ്മളിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് സിമ്പിൾ ആയിട്ട്. ഓക്കെ, പറ വല്ലം പറ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നമ്മളിനി പോകുമ്പോ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. സോ ലാസ്റ്റ് നമ്മളൊന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നമ്മള്. ഓക്കെ, ബൈ.